ഹാപ്പി ക്രിസ്മസ് ഓൾ. വെക്കേഷൻ തുടങ്ങിയിട്ട് ഇന്നാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയത്. അവിടെ എത്തി ഫ്രഷ് ആയപ്പോൾ തന്നെ തറവാട്ടിൽ പോകാൻ പ്ലാൻ ഇട്ടേ. മാമത്തുമ്മയാണ് തറവാട്ടിൽ പോകാൻ പ്ലാൻ ഇട്ടത്. മാമത്തുമ്മ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചിൻ്റെ അനിയത്തിയാണ്. വീൽചെയറിൽ എന്നെ കൊണ്ടുപോകണമെന്നുള്ളത് മാമത്തുമ്മാൻ്റെ ആഗ്രഹമാണ്. ഇത് നമ്മുടെ അയൽവാസിൻ്റെ വീട്ടിലെ പുൽക്കൂടാണ് കേട്ടോ. ഞാൻ ഇതുവരെ പുൽക്കൂട് കണ്ടില്ല. അപ്പം എനിക്ക് ഉമ്മ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അവരെ വീട്ടിൽ ഒത്തിരി ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഫ്ലവർ ഇട്ട ഒരുപാട് ചെടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെടികൾക്കിടയിലുള്ള പുൽക്കൂട് കാണാൻ ഒരുപാട് ഭംഗിയായിരുന്നു. പകലായതുകൊണ്ട് ലൈറ്റിൻ്റെ ഭംഗിയൊന്നും ഇതിൽ കിട്ടില്ല കേട്ടോ. എന്നാലും ഉണ്ണിച്ചേട്ടനെല്ലാം ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു തന്നെ. അവിടെ നമ്മൾ പിന്നെ ഫുൾ ഫോട്ടോ ആയിരുന്നേ. ക്രിസ്മസ് ട്രീയൊക്കെ ഒരുപാട് ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ തറവാട്ടിൽ പോകുന്നതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കാനില്ലേ, വേഗം വിട്ടിനെ. ഇത് മെയിൻ റോഡാണ് കേട്ടോ. മെയിൻ റോഡിലൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വീൽ ചെയറിൽ പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട്, എന്നാലും നമുക്ക് നടന്നു പോകാനൊരാഗ്രഹം. എപ്പോഴും ഞാൻ കാറിലാണ് കേട്ടോ തറവാട്ടിലൊക്കെ പോകാറ്. ഇത് കാഴ്ചകളൊക്കെ കണ്ട് പോയതുകൊണ്ട് എനിക്ക് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ തറവാട് വീട്. വെല്ലുമ്മ ഇവിടെയാണ് താമസിക്കുന്നത്. ഇതെൻ്റെ കൊച്ചാപ്പൻ്റെ പേരക്കുട്ടി മമ്മൂസാണ്. ഇത് മമ്മൂസിന് വീടെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ചേച്ചിയാണ്. പിന്നെ അവന് കുഞ്ഞി പെങ്ങളൂടെ ഉണ്ട് കേട്ടോ, ഐഷൂസ്. ഇത് തറവാട്ടിൽ ഉപ്പിലിട്ട അമ്പയങ്ങാണ്. അത് നമ്മളൊരു കൂട് പൊക്കീനെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്പെൻഡ് ചെയ്ത് നമ്മൾ തറവാട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഇതെൻ്റെ മിച്ചത്താത്തയാണ് കേട്ടോ. ഇവിടെ വയ്യരികിൽ ഞാൻ കാണാത്തൊരു പൂവുണ്ട്. അപ്പോൾ അതും ഞാൻ പറിച്ച് നോക്കിയത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പൂ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നേ. എന്തോ മരുന്ന് ചെടിയാന്ന് പറഞ്ഞു. നമ്മളെ വീടിൻ്റെ അവിടെ ഒരു കുഞ്ഞു കടയുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ടേക്ക് വിട്ടേ. ഇതാണ് കേട്ടോ കട. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കുറേ മുട്ടായികളൊക്കെ വാങ്ങിച്ചു തന്നെ. അങ്ങനെ അതും കയ്യിലാക്കി വരുമ്പോൾ ഉണ്ടടാ വേറൊരു വീട്. അവിടെ അടിപൊളി ലൈറ്റിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, അവിടെ കയറി വീഡിയോ എടുത്ത്. ഇവരെ പുൽക്കൂടും കാണാൻ അടിപൊളിയായിരുന്നേ. പിന്നെ നമുക്ക് അവിടുന്ന് കേക്കെല്ലാം തന്നേനായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ, എന്നെ കാണാൻ ഓടി വന്നതാണേ. ഇവരെ വീട് നമ്മളെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായിട്ടോ. അങ്ങനെ ഒടുവിൽ